ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ, പുതിയ വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക നമ്മളെ വീഡിയോനെ കുറിച്ച്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് എത്തുള്ളൂ കേട്ടോ. ഞാനൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ ലോണ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതിലേക്കൊക്കെ ഒരു എമൗണ്ട് എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ. അതൊക്കെ വേടിക്കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ പതുക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. എൻ്റെ 3 മക്കളെ വെച്ചാകുമ്പോൾ എനിക്കിപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ കൂട്ടുകാരെ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു നിലയിൽ മലപ്പുറം തമ്പുരു വ്ളോഗെന്ന് എല്ലാ ആളുകളും അറിയപ്പെടുന്നത്. ഒന്നുമില്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തമ്പുരു ചേച്ചിയല്ലേ എന്നുള്ളൊരു ചോദ്യം പല ആളുകളിൽ നിന്ന് കേൾക്കാറുണ്ട്. അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. പിന്നെ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലം വാങ്ങിയിട്ട് നമ്മൾ നട്ട് പിടിപ്പിച്ച ഒരു പ്ലാവാണ് കേട്ടോ ഇത്. നമ്മൾ ചക്ക, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ചക്ക. അപ്പോൾ ഉണ്ടാവുന്ന ഇതാണ് ആ പ്ലാവിൽ ഇങ്ങനെ ചെറുതായിട്ട് ചക്കയ്ക്കൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2-3 പൊടിഞ്ഞ് പോയി, കേടൊന്ന് പോയിട്ടോ. ഇപ്രാവശ്യം ഉണ്ടാവുമോ എന്തോന്ന് അറിയില്ല. ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പോൾ ഞങ്ങളായാലും ആളത്താത്തൻ്റെ അടുത്തായാലും ധന്യ ചേച്ചി ആയാലും അതുപോലെ തന്നെ അപ്പുറത്തുള്ള മുനീറ താത്ത ആയാലും എല്ലാ ആളുകളും കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഒരു ഭാഗത്തുള്ള ഞങ്ങൾ താഴത്തെ കുഞ്ഞോള് സിറാജാക്കാൻ്റെയൊക്കെ അവിടുത്തവരാണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരൊക്കെ കേട്ടോ. എല്ലാവർക്കും ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അജ്മലാക്കുവിൻ്റെ അടുത്തവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്കൊക്കെ ചക്ക തിന്ന്, ഞങ്ങൾക്കൊക്കെ ചക്ക നല്ലോണം കിട്ടി ചക്കപ്പൂ കൂട്ടാനും ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നും സ്വന്തമായിട്ടില്ലെങ്കിൽ അപ്പുറം എന്തെങ്കിലും കിട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി അത്രയും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആളുകളാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പ്ലാവിൽ 1-2-3 ഒക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ, വലിയ ചക്കയാവട്ടെ, എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ഏതെല്ലാം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അതിനിപ്പോൾ വെള്ളമൊക്കെ നനയ്ക്കലുണ്ട് കേട്ടോ. അത്രയും വലുതായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 7 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് കേട്ടോ പ്ലാവിന് നോക്ക്. ഏതായാലും ഇവിടെ നമ്മൾ ഇതാണ് കേട്ടോ, കോണിക്കൂടാണ് കേട്ടോ. നമ്മൾ വീട് പണി കംപ്ലീറ്റ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. തട്ടിമുട്ടി അങ്ങോട്ട് തേച്ചിട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ച് അങ്ങോട്ട് കയറിയതാണ് കേട്ടോ. ബാക്കിയൊക്കെ അടിപ്പണിയും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുക പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിപ്പണിയും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് സിമെൻ്റൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങോട്ട് പോന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അതൊക്കെ റെഡിയാവും. വീഡിയോ നന്നായിട്ട് കയറി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 രൂപേനെ താഴെയുള്ളൊരു സംഖ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് യൂട്യൂബിൽ ഇതിട്ടിട്ട്. പല ആളുകളും ചോദിക്കാറുണ്ടായിരുന്നു, ഈ മോണിറ്റൈസും കാര്യങ്ങളൊക്കെ ആയില്ലേ. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടോ, മോണിറ്റൈസ് ആയില്ലേ, ചാനൽ മോണിറ്റൈസ് ആയോ എന്നൊക്കെ. നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടൊക്കെ ഏകദേശം 4 വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഡെലിവറി ടൈം പ്രഗ്നൻസി സമയത്തൊക്കെ ഞാൻ 3 മക്കളെ ആയപ്പോഴും ഞാൻ ഈ ചാനൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ. നമ്മൾ ചാനൽ തുടങ്ങിയത് ഞാൻ പാറൂന് 7-ാം മാസം ആയ സമയത്തായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയത്. ആ ടൈമിലാണ് നമ്മുടെ സ്വന്തം താത്ത വന്നിട്ടുണ്ടായിരുന്നത്, എൻ്റെ ലളിതാത്ത. അങ്ങനെ ലളിതാത്ത സപ്പോർട്ടായിട്ടാണ് നമുക്ക് 7000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആദ്യം ഞാൻ തുടങ്ങിയ ഉടനെ ആരോടും പറയാതെ തുടങ്ങിയ സമയത്ത് അതിലുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും 250 ആളുകളായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു 5-6 ഞാൻ തുടങ്ങിയതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞൊക്കെയാണ് നമ്മുടെ ലളിതാത്ത വന്നിട്ടുണ്ടായിരുന്നു. 7-ാം മാസം അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി വളർത്തിയ ആളുകളാണ് കേട്ടോ. നമ്മൾ എവിടെ നിന്ന് വന്നാണോ, നമ്മളെങ്ങനെയാണോ അത് നമ്മൾ തുറന്ന് സംസാരിക്കേണ്ടതാണ് കേട്ടോ. ഏതായാലും ഇന്ന് ഈ ഒരു ചാനലിൽ ഇങ്ങനെ മലപ്പുറം തമ്പുരു എന്നറിയപ്പെടുന്നതിനുള്ളൊരു ഉദാഹരണം, തമ്പുരു എന്ന് പറയുന്നത് ലളിതാത്ത തമ്പുരു അല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് അവരെ ഇഷ്ടമാണ്, അതെനിക്കറിയാം. പിന്നെ ഓരോ ഇതിനനുസരിച്ചായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ നമുക്ക് എല്ലാവർക്കും വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ്. ഏതായാലും ആരോഗ്യം കൊണ്ട് ദൈവം ഒരു ബുദ്ധിമുട്ട് തന്നിട്ടില്ല.
അത്യാവശ്യം നല്ല നയിച്ചിട്ട് തന്നെയാണ് കേട്ടോ അമ്മ കൂലിപ്പണി എടുത്തിട്ടും പിന്നെ അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ വിറ്റിട്ടാണ് നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താ ഒക്കെ അങ്ങനെ 100 രൂപ 200 രൂപ കിട്ടുന്നതെന്നൊക്കെ അങ്ങനെ അടച്ചിട്ടാണ് നമ്മൾ പകുതി ഇങ്ങനെ ആയിട്ട് നമുക്ക് ഒരുപാട് ലോണുകളുണ്ട്. അതൊക്കെ ഇനി പലിശകളുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു കൈത്താങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു മൊത്തം ഒരു 5 ലക്ഷത്തോളം ഉണ്ടാവും നമുക്കിങ്ങനെ ഒരു കടം. ഇങ്ങനെ വീട് പണീൻ്റെ കംപ്ലീറ്റ് ആവാത്തതിനുള്ളതിൻ്റെ കുറച്ചൊന്ന് വീട് പണി എടുത്ത ആ കോൺട്രാക്ടർക്കും നമ്മൾ കിണറിൻ്റെ പണിയെടുത്ത ആളുകൾക്കും ഒക്കെ നമ്മൾ കൊടുക്കാനുള്ള കുറച്ച് എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോസായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേൻ്റെ കടം തീർക്കാൻ കഴിയും. ആ ഒരു വിശ്വാസത്തോടെ തുടങ്ങിയതാണ് നമ്മുടെ യൂട്യൂബ് എന്നുള്ളത് കേട്ടോ. ഉള്ള സത്യം തുറന്നപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്. കാരണം നിങ്ങളോട് മറച്ചു വയ്ക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നമ്മൾ തുടങ്ങിയ ചാനൽ ഇതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളെ ചാനലിൽ നിങ്ങൾ അറിയിക്കുക. അതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ആളുകളിലേക്ക് എത്തുകയുള്ളൂ നമ്മുടെ ചാനൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരണം എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 3 മക്കളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനും ഇതാക്കാനൊക്കെ നമുക്കൊരു ടൈമിങ് ഒക്കെ ഉള്ളതുണ്ട്. ഫോൺ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ പാറുവിനോ ചാരുവിനോ വേണമെന്ന് വെച്ച് വാശി പിടിക്കുക. അപ്പോൾ നമ്മൾ ഫോൺ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കാരണം നമുക്കാണെങ്കിൽ ആകെ കുറച്ച് നെറ്റേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ ഇടാൻ മാത്രമുള്ള നെറ്റുള്ളൂ. വൈഫൈ കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. പിന്നെ അത്യാവശ്യം രീതിയിലുള്ള വലിയ നല്ല ഫോണൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ കാണാൻ നല്ല സ്മാർട്ട് ഫോണും നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോൺ കാണുമ്പോഴാണ് ആളുകൾക്കുള്ള ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ഫോണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ക്ലിയറിൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് നിങ്ങളെ ഒക്കെ എല്ലാവരും ഒരു സപ്പോർട്ട് വേണം കേട്ടോ. പിന്നെ 3 ആളായി ഇപ്പോൾ ദേവുട്ടന്. എനിക്കിങ്ങനെ കണ്ടൻ്റ് ആക്കിയിട്ട് ഇടാം എൻ്റെ മക്കളെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ശരിക്കും ഇട്ടാൽ മതി. എല്ലാവരും എന്നോട് പറയും എനിക്ക് അതിനൊന്നൊരു ടൈമോ പിന്നെ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളിലുള്ളൊരു ഇതില്ലാതെ ഇങ്ങനെ ഉള്ള ഒരാളാണ്. ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ല. ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ നമ്മളെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ യൂട്യൂബിലേക്കും കാര്യങ്ങൾക്കൊക്കെ തിരിയണം കേട്ടോ. അപ്പോൾ ഈ ഒരു ആളല്ലേ നമ്മുടെ ദേവുട്ടന് ഇപ്പോൾ ഏകദേശം 9 മാസം പൂർത്തിയായി കേട്ടോ. ഇവൻ്റെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ഡിപ്രഷനൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ അമ്മേൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ഞാൻ വിചാരിക്കും അമ്മയ്ക്കൊരു ആൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ കടങ്ങളൊക്കെ വീട്ടാനും ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആലോചിക്കും എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും ആൺകുട്ടികളായാലും പെൺകുട്ടികളൊക്കെ കണക്കാണ്. ഞാൻ തന്നെ എൻ്റെ അമ്മേനെ നോക്കും, പൊന്നു പോലെ നോക്കും. ഒരു പ്രയാസവും ഇല്ലാതെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ അമ്മേനെന്നുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ ഒരു യൂട്യൂബ് കൊണ്ട് മാത്രമല്ല കേട്ടോ. എനിക്ക് എൻ്റെ മക്കളൊന്ന് കുറച്ച് ലെവലായി കഴിഞ്ഞാൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഡിഗ്രി വരെ പഠിപ്പിച്ചത് കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിങ് ചെയ്യിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ച അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കാര്യങ്ങൾക്ക് തിരിയണം. ഞാൻ ഒന്നാമതൊരു സ്പോർട്സ് പ്ലെയറും കൂടി ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും സബ് ജില്ലയിൽ വണ്ടൂരിൽ എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയെന്നൊരു പ്ലെയർ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 4 വർഷത്തോളം ഞാൻ സബ് ജില്ലയിൽ ഫസ്റ്റ് പ്ലെയറായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ജില്ലയിലൊന്നും പോയാലൊന്നും കിട്ടില്ല. കാരണം അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിലാണ് നമ്മൾ ചെല്ലുന്നതെന്ന് അറിയില്ല. അപ്പോൾ സബ് ജില്ലയിലൊക്കെ വണ്ടൂരിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ തൈക്കോണ്ട് അധ്യാപകയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മേഖലയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. ഏതായാലും എല്ലാവരും അധ്യാപകരൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്താ ഗവൺമെൻറ് ജോലിക്കാരനെയാണോ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ എന്താ ജോലി എന്തെങ്കിലും നോക്കുന്നുണ്ടോ, ഒന്നുമില്ല വീട്ട് വൈഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലും പറയും ഈ ഇത്രയും പഠിച്ചും ഇത്രയും ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ. എന്തായാലും മക്കളൊക്കെ എന്തെങ്കിലും ഒരു ലെവലായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ നമുക്ക് വേണം കേട്ടോ കൂട്ടുകാരെ. ഏതായാലും ഒരു ജോലി കാര്യങ്ങളൊക്കെ നോക്കണം, മക്കളൊക്കെ ഒന്ന് ലെവലാവട്ടെ. അപ്പോൾ നമുക്ക് രാത്രി സമയത്താണ് കേട്ടോ അമ്മ പണിയേരിക്ക് വന്നാലാണ് മാങ്ങയും കഷ്ണങ്ങളും ഈ അച്ചാറിനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നന്നാക്കാനൊക്കെ ഇരിക്കാറ് കേട്ടോ. അപ്പോൾ അച്ചാർ വേണ്ട ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഏത് തരത്തിലുള്ള അച്ചാറും നമ്മൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ മാങ്ങ അച്ചാറിന് കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് മാങ്ങ അച്ചാർ നന്നാക്കിക്കൊണ്ടിരിക്കട്ടെ അമ്മ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുത്തുമണികളുണ്ട്. അവരോടൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നമ്മൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നാളത്തേക്ക് എനിക്കൊരു മുതൽക്കോട്ട്. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പുരു.